പത്തനംതിട്ട തെള്ളിയൂർ ജി&ഡി ഫൈനാൻസിനെതിരെ പരാതി 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. സ്ഥാപനം പൂട്ടി സ്വകാര്യ ഫൈനാൻസ് കമ്പനി ഉടമകൾ മുങ്ങി. അമ്മയും കോട്ടയം ജില്ലയിലാണ്. അവർ 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അച്ഛൻ്റേതും അമ്മയുടെയും എൻ്റേതുമായിട്ടാണ് ആ പൈസ അടക്കുന്നത്. കഴിഞ്ഞ മാസം വരെ അതിൻ്റെ ഇൻട്രസ്റ്റ് അച്ഛന് ലഭിച്ചിരുന്നു. പിന്നെ മെച്ചുവറായ പൈസ കിട്ടാനുണ്ട്. അത് ഫണ്ട് വരുമ്പം തരാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും തന്നിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു ചേരുന്നു. സുജു, അനിയ, കഴിഞ്ഞ മാസം മുതൽ തന്നെയാണ് ജി&ഡി ഫൈനാൻസ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 40-ലധികം ബ്രാഞ്ചുകൾ ഉള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നിക്ഷേപർ ആരോപിക്കുന്നത് 300 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് നിക്ഷേപർ ആരോപിക്കുന്നത്. ആദ്യം ഈ നിക്ഷേപം ചോദിച്ചെത്തിയ ആളുകൾക്ക് പണം ലഭിക്കാതെ വന്നതോടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഈ ഉടമകളെ ഫോണിൽ ലഭിക്കുന്നില്ലായിരുന്നു. ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന 40 വർഷത്തോളം പ്രവർത്തിച്ചിരുന്ന മറ്റൊരു സ്ഥാപനത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെട്ടായിരുന്നു ജി&ഡി ഫൈനാൻസിന്റെ ഈ പ്രവർത്തനം. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഉടമകളായിരിക്കുന്ന 4 പ്രതികളും സ്ഥലത്തില്ല. ഇത് ഏതാണ്ട് 80 കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട തെള്ളിയൂർ ജി&ഡി ഫൈനാൻസിനെതിരെ പരാതി 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു.